ഓണസദ്യയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് താഴെ കമന്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊല്ലം സ്റ്റൈൽ ഒരു കൂട്ടുകറിയാണ്. സാധാരണ സ്പൈസസിന് പേര് കേട്ട കൊല്ലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടുകറിയിൽ ഒരല്പം കുരുമുളകിന്റെ അളവ് കൂടുതലായിരിക്കും. വെൽക്കം ടു ക്യോക്കർ ഓണ മഹോത്സവം. നമ്മൾ ചൂടായിട്ട് വന്ന ഓട്ടുരുളിയിലേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേനയും കായ ഇട്ട് കൊടുക്കാണ്. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കറിവേപ്പില, അല്പം വെളിച്ചെണ്ണ കൂടി നമ്മൾ തളിച്ചു കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റോളം പച്ചക്കറി വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക്, ചെറിയ തേങ്ങ, ജീരകം എല്ലാം ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഫൈൻ പേസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പച്ചക്കറി എല്ലാം കുക്കായിട്ട് വന്നു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആദ്യം കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ അരപ്പൂടി ഇട്ട് കൊടുത്തു. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഈ സമയത്ത് നമ്മൾ അല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ക്യോക്കർ ഓട്സ് ഇട്ട് കൊടുക്കാൻ പോണ്. ക്യോക്കർ ഓട്സ് നാച്ചുറൽ ഹോൾ ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയോണ്ട് എനർജി നിലനിർത്താൻ സഹായിക്കും. ക്യോക്കർ ഓട്സ് നമ്മൾ വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ പാനിലേക്ക് ഓട്സ് ഇട്ട് കൊടുത്തു. ഈ ഒരു പരുവത്തിൽ ചേഞ്ച് ചെയ്ത് നമ്മൾ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ തേങ്ങ വറവൽ തയ്യാറാക്കാനായിട്ട് പോവാണ്. കടുക് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പില, ഉണക്കമുളക്, ചെറുകിയ തേങ്ങ അതെല്ലാം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ സോട്ട് ചെയ്തെടുക്കുകയാണ്. തേങ്ങയെല്ലാം ഈ ഒരു കളറിൽ വറുത്തെടുക്കുക. വറുത്ത് വെച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അല്പം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പൊ ഈ ഓണത്തിന് നമ്മുടെ കൂട്ടുകാർക്കായി കൊല്ലം കൂട്ടുകറി. നമ്മുടെ കൂട്ടുകറി റെഡി ആയി കഴിഞ്ഞു. അടുത്ത വിഭവമായി അടുത്ത ജില്ലയിൽ ക്യോക്കറിനൊപ്പം.